വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 7ാം ദിനവും ഊർജിതമായി രാവിലെ ആരംഭിച്ചിരിക്കുകയാണ്. കേരളം വിറങ്ങലിച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഇതുവരെ മരണം 385ആയി. 172 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഇവരിൽ 8 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു. ഇനിയും 180 പേരെയാണ് കണ്ടെത്താനുള്ളത്. അതേസമയം സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തെരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകൾ ഇന്ന് പ്രവർത്തനം തുറന്നു എന്ന വലിയൊരു സവിശേഷത കൂടി അവിടെ നിന്ന് പങ്കുവെക്കാനായുണ്ട്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ജോഷിലെയാണ് ആദ്യം നമ്മൾക്കൊപ്പമുള്ളത്. അവിടെയാണ് ഈ പ്രവർത്തനങ്ങളാകെയും ഏകോപിപ്പിക്കുന്നത്. അവിടെയും ആ ബെയിലി പാലത്തിൻ്റെ മറുകരയിലുമൊക്കെ തെരച്ചിൽ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. ജോഷിലെ ചൂരൽമലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം മന്ത്രി ശശീന്ദ്രനും അവിടെയുണ്ട്. ജോഷില, രാവിലെ അവിടെ എന്തൊക്കെയാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് കാണാനാവുന്നത്? മന്ത്രിയും അവിടെ അടുത്തുണ്ടല്ലേ? ശരത്, ചൂരൽമലയിൽ ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഇവിടെ സിഗ്നൽ കാണിച്ചിരുന്നു, അതായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള സിഗ്നൽ ഇവിടെ കാണിച്ചിരുന്നു. ബെയിലി പാലത്തിന് തൊട്ട് താഴെയാണ് 2 സ്ഥലങ്ങളിൽ സിഗ്നൽ കാണിച്ചത്. അവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഉപരിതലത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ബാക്കിയായിരുന്നു ഇന്നലെ പരിശോധന നടത്താൻ. അവിടെയും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിമാർ AK ശശീന്ദ്രനും അതുപോലെ തന്നെ K രാജനും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് AK ശശീന്ദ്രൻ ഇവിടെ ഉണ്ട്. അവരോട് ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം, ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കാം. മിനിസ്റ്റർ, ഇതുവരെ ഉണ്ടായ അല്ലെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ തിരച്ചിലിനെ കുറിച്ച്? കഴിഞ്ഞ 3 ദിവസമായി തുടർന്നു വന്ന അതേ സിസ്റ്റം തുടരുന്നതോടൊപ്പം വിദഗ്ധർ കണ്ടെത്തിയിട്ടുള്ള ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുന്ന ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഈ പാലത്തിനടുത്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 4 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യും. മറ്റു സ്ഥലത്ത് എല്ലാ സേനകളുടെയും വ്യത്യസ്തങ്ങളായ പരിശോധനകൾ നടത്തി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഓപ്പറേഷണൽ പരിപാടികൾ നടക്കുന്നുണ്ട്, ഒരുക്കങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. അത് കാര്യക്ഷമമായി നടത്താനുള്ള സഹകരണമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. ആ സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സന്നദ്ധ സേനാ പ്രവർത്തകരും സഹായിക്കുന്നവരും ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് സഹായിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായി നമുക്ക് അവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയുക. ആ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ 1500ഓളം ഔദ്യോഗിക സേനാ വിഭാഗങ്ങളാണുള്ളത്. അവരെ സഹായിക്കാൻ 1500 വളണ്ടിയർമാരെ നമ്മൾ അത് 2 ദിവസമായിട്ട് അങ്ങനെയാണ് 1500 പേരെ കടത്തിവിട്ടു. പിന്നെ കൂടുതൽ ആവശ്യമുണ്ടെന്ന് അവർ അറിയിച്ചാൽ ഇവിടെ ലഭിക്കുന്ന സന്നദ്ധ ഭടന്മാരെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നതിനും യാതൊരു തടസ്സമില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ റിസർവായിട്ട് ഇവിടെ നിൽക്കാം. പക്ഷേ എല്ലാവരും അങ്ങോട്ട് പോകുന്നത് ഗുണം ചെയ്യില്ല. കാരണം 3000-ലധികം പേര് ആ സ്ഥലത്ത് ഉണ്ടാകുന്നത് അതത്ര നല്ല കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ വേറെ നിയന്ത്രണമൊന്നുമല്ല. നമുക്ക് ആവശ്യത്തിനാണല്ലോ വേണ്ടത്. നമ്മൾ മാൻ പവർ യൂട്ടിലൈസ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപയോഗിക്കണം. അപ്പോൾ അത് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായി അവരുടെ സേവനം നമുക്ക് കിട്ടുക. ആ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതുപോലെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഭക്ഷണം എനിക്ക് മാധ്യമപ്രവർത്തകന്മാരോട് അപേക്ഷിക്കാനുള്ളത്, ഞങ്ങളുടെ ഭക്ഷണ പോയിന്റുകൾ പോയി നോക്കുക, അവിടെ ഭക്ഷണം ഉണ്ടോ ഇല്ലയോ നോക്കുക. ഇന്നിപ്പോൾ രാവിലെ 6 മുതൽ ഈ 3000 പേർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വരുന്നവരല്ലേ. അപ്പോൾ അതിന് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം അവർക്ക് വിതരണം ചെയ്യുന്നതിന് തടസ്സമില്ല. അതവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചിട്ട് ഈ പറഞ്ഞ ഇത് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്ന ഒരു മേഖല ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവർക്ക് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ, ബാക്കി സംസ്കാരം കൂടി നടക്കുകയാണ്, തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ. അതിനെക്കുറിച്ച് അല്ല, ഇതുവരെയും ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ലാത്തതും ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ മൃതദേഹങ്ങൾ ഇന്നലെ മുതൽ മറവ് ചെയ്തു തുടങ്ങി. മിനിയാന്ന് വൈകുന്നേരം കൽപ്പറ്റയിൽ 3 എണ്ണവും ഇന്നലെ വൈകുന്നേരം മേപ്പാടിയിൽ ഇവിടെ തന്നെ ഹാരിസണിൻ്റെ സ്ഥലത്ത്
8 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇന്ന് ബാക്കിയുള്ളവ കൂടി സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. ശരത്, A.K. ശശീന്ദ്രൻ മന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, അതായത് ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയാണ്. അതായത് കൂടുതൽ തിരച്ചിലിൻ്റെ ഒരു കേന്ദ്രം പ്രധാനമായും ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. മറ്റുള്ള ഇടങ്ങളിലും സാധാരണ രീതിയിൽ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും സന്നദ്ധ പ്രവർത്തകരുടെ കാര്യത്തിലായാലും മന്ത്രി അതേക്കുറിച്ചൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ചില വാർത്തകൾ, ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില തെറ്റായ പ്രചാരണങ്ങൾ, ഇതേക്കുറിച്ച് ജോഷ്ലയുടെ ചോദ്യത്തിന് മന്ത്രി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും അത് കേട്ടിരിക്കുന്നവർക്ക് കണ്ടവർക്ക് നന്നായി മനസ്സിലാവുകയും ചെയ്തു. ഇതുപോലൊരു അപകടകരമായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആളിൻ്റെ ഒരു തിക്കും തിരക്കുമല്ല വേണ്ടത്, അതിനാവശ്യമായ മനുഷ്യശേഷി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് എണ്ണം തിട്ടപ്പെടുത്തി എത്തിക്കുന്നു, അവിടേക്ക് അതിനനുസരിച്ച് ഭക്ഷണവും എത്തിക്കുന്നു. നിങ്ങൾ തന്നെ പോയി നോക്കൂ എന്ന് ജോഷ്ലെ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് മന്ത്രി തന്നെ പറയുന്നതിൽ ഒരു സംവിധാനം എത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന നല്ല ആത്മവിശ്വാസം ആ സംഘത്തിലെ അംഗമായ ഒരു മന്ത്രിക്കുള്ളത് കൊണ്ടുകൂടിയാണ്. ജോഷില, ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി എനിക്ക് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി തത്സമയം പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചില സ്ഥലത്ത് സ്കൂളുകളൊക്കെ തുറന്നിട്ടുണ്ട്. അതുപോലെ മുണ്ടക്കയിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്, പുഞ്ചിരിവട്ടത്ത് മറ്റത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പല ഭാഗത്തുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ജോഷില നിൽക്കുന്ന സ്ഥലത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട രാവിലത്തെ ഒരു രീതി, ഹോട്ട്സ്പോട്ടിൽ ഒന്ന് ജോഷില ഈ പറഞ്ഞ ചൂരൽമലയിലെ ആ പ്രദേശമാണല്ലോ, മന്ത്രി നേരത്തെ പറയുന്നത് കേട്ടു. അപ്പോൾ ആ ഹോട്ട്സ്പോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലാണ്? അവിടെ കൂടുതൽ തെരച്ചിൽ നടത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യങ്ങളും വിവരങ്ങളും ഒന്ന് തത്സമയം കിട്ടുമോ? ശരത്, ആ കാണുന്ന സ്ഥലം ഇനി ഇവിടെ ചൂരൽമലയിൽ ബാക്കിയുള്ള ഉപരിതല തെരച്ചിലിൻ്റെ ഭാഗം കൂടിയാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടക്കുന്നത്. അത് ഒരു വശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ അന്നും എല്ലാം അടിച്ചു മാറ്റി പോയിരിക്കുകയാണ് ഈ ഒരു ദുരന്തത്തിൽ. അതിലിനി ബാക്കിയിരിക്കുന്നത് ഈ ഒരു മരം മാത്രമാണ്, ആൽമരമാണ്. അതിൻ്റെ ഉയരത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് എത്രമാത്രം ഉയരത്തിലാണ് ആ വെള്ളം അടിച്ചു വന്നിരിക്കുന്നത്, മലവെള്ളം അടിച്ചു വന്നിരിക്കുന്നത് എത്രമാത്രം ഉയരത്തിലാണ് അതുവരെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ നദി മാറി ഒഴുകി വന്നിരിക്കുന്നത്. അതാണ് ബെയിലി പാലം. ആ ബെയിലി പാലത്തിന് തൊട്ട് താഴെയാണ് ഇന്നലെ പറഞ്ഞ ഈ സിഗ്നൽ, അതായത് ഹോട്ട്സ്പോട്ട് എന്ന് കണ്ടെത്തിയത്. ആ ഹോട്ട്സ്പോട്ടിൽ ഇപ്പോൾ നടക്കുന്ന തിരച്ചിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മണ്ണുമാന്തി യന്ത്രങ്ങൾ, 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ തൊട്ടപ്പുറത്തും ഇതേ രീതിയിൽ തന്നെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കാര്യക്ഷമമായി, ഊർജിതമായി, അല്ലെങ്കിൽ ഏറ്റവും ഊർജിതമായി തന്നെ ഇന്ന് രാവിലെ മുതൽ സന്നദ്ധ സേവന പ്രവർത്തകരും അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സേനാ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്താണ് ഇന്നലെ ഹോട്ട്സ്പോട്ട് കണ്ടെത്തിയത്. അതായത് 2 സിഗ്നൽ ഈ ഭാഗത്തും 4 സിഗ്നൽ ഉണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ 2 സിഗ്നൽ പാലത്തിൻ്റെ ഈ വശത്തും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ജോഷില സൂചിപ്പിച്ച് നമുക്കെല്ലാം ഇതിനോടകം തന്നെ അറിയാവുന്നതാണ്. മേലെ മുണ്ടക്കൈക്കും അപ്പുറം പുഞ്ചിരിവട്ടത്താണ് ഈ പറഞ്ഞ പ്രഭവ കേന്ദ്രം. അവിടെ നിന്ന് കിലോമീറ്ററുകൾ താഴെ ഇപ്പോൾ ജോഷില അടക്കം നിൽക്കുന്ന ചൂരൽമലയിലേക്കാണ് ഈ പറഞ്ഞ ആ താഴ്പ്രദേശത്തേക്കാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ എല്ലാ ആഘാതവും വന്നടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഈ ഹോട്ട്സ്പോട്ടിൽ ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ ഈ പരിശോധനയിൽ കണ്ടെത്താം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് മുണ്ടക്കയത്ത് നിന്നും വന്ന ആ ശക്തിയിൽ നേരെ ചൂരൽമലയിലേക്ക് ആണ് അതിൻ്റെ ഒരു വലിയ ആഘാതം നടന്നിരിക്കുന്നത്. നമുക്ക് കാണാം ആ വീടുകൾ ഒക്കെ തന്നെ, അതായത് ഈ നദി തന്നെ മാറി ഒഴുകിയിരിക്കുകയാണ്. ഈ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടരികിലായി ഒഴുകിയിരുന്ന പുഴയാണ്. ആ പുഴയാണ് മാറി ഇത്രയും വിസ്താരമേറി അപ്പുറത്തെ ഉള്ള വീടുകളടക്കം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള വെള്ളാർമല സ്കൂൾ അടക്കം കൊണ്ടുപോയിരിക്കുന്നത്. ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അങ്ങ് മേലെ നടന്ന മുണ്ടക്കയിലെ
ആ ഒരു ദുരന്തം അവിടെ നിന്നും അടിച്ചു വന്ന ആ ഒരു മലവെള്ളം ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് വീണ്ടും ഒഴുകി നിലമ്പൂർ വരെ പോയിരിക്കുന്നത്. ഇതിനിടയിൽ ഇവിടെയൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോട്ട്സ്പോട്ട് അടിസ്ഥാനമാക്കി ഇവിടെ ഇത്തരത്തിൽ ഊർജിതമായി വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് കൂടെയാണ് പുഴ ഒഴുകിയിരുന്നത്. ഇപ്പോൾ പുഴ ഇവിടെയില്ല. ഈ പുഴ നേരെ ഒഴുകി മറുവശത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇത്രയും വീതിയിലാണ് പുഴ മാറി ഒഴുകിയിരിക്കുന്നത്. ആ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാ വീടുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും തകർത്തുകൊണ്ടാണ് പുഴ ഒഴുകിപ്പോയിരിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കുന്നതുമാണ്. ഇവിടെ മൃതശരീരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരത്, ചൂരൽമല സംബന്ധിച്ചിപ്പോൾ നടക്കുന്ന ഒരു തെരച്ചിലിൻ്റെ ഒരു സ്വഭാവം, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ജോഷില വ്യക്തമായി സൂചിപ്പിച്ചത്. ജോഷില പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജോഷില നിൽക്കുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതുവഴിയാണ് പുഴ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ രാത്രിയിൽ, ആ ഭീതിതമായ രാത്രിയിൽ പുഴ ഒഴുകുന്നത്, അതിൻ്റെ ദിശ മാറിപ്പോവുകയും ആ ഭാഗമാകെയും എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്ന നില കൈവന്നു. അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അവശേഷിക്കുന്നതൊരു ആൽമരം മാത്രമാണ്. മാത്രവുമല്ല, പ്രദേശമെല്ലാം ഇങ്ങനെ വെളും പ്രദേശം പോലെ ആയിക്കഴിഞ്ഞു. വീടുകളും മറ്റ് കെട്ടിടങ്ങളും സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതെല്ലാം ഇല്ലാതായി ആ നിലയിൽ മണ്ണ് വന്നടിഞ്ഞ് ചെളി മൂടിയ പ്രദേശമായി മാറിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ കിട്ടുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ തെരച്ചിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഹോട്ട്സ്പോട്ടായി ആ മണ്ണൊക്കെ ഇങ്ങനെ മെല്ലെ മാറ്റി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ചൂരൽമലയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി.